ഹായ് ഗായ്സ്, ഇന്നത്തെ റമദാനിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇറാനി പോളയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയും അതേ കപ്പിൽ തന്നെ പാലുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. 2 സവാളയും 1 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പാനിലേക്ക് നെയ്യ് പുരട്ടിയതിന് ശേഷം പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നടുവിലായിട്ട് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും അതിൻ്റെ മുകളിലൂടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് നെയ്യ് പുരട്ടി മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറാനി പോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഇറാനി പോള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.